നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഏത് ഐറ്റം വേറെ. നമുക്ക് തുടങ്ങാം. കാര്യക്കാരെ വിളിക്കാം. ഒരുപാട് സ്നേഹത്തോടെ നസീറിക്ക, ബിജുകുട്ടൻ ചേട്ടാ ആൻഡ് പ്രസാദ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം. പിന്നെ ചിരിച്ചങ്ങോട്ട് തുടങ്ങാം അല്ലേ? റെഡി അല്ലേ? കൊച്ചു പ്രതിവേട്ടനുണ്ട്, അമലുണ്ട്, ജാസ്മിൻ ഉണ്ട്. ഒരു നല്ല കാര്യം തന്നെ അവർ വരണ്ടേ? മധുമൊഴി രാധേയരികെ മാധവൻ അണയുന്നു മെല്ലെ. മധുമൊഴി രാധേയരികെ മാധവൻ അണയുന്നു മെല്ലെ. ഇച്ചായ. പുഷ്പ. എന്തോ? പുഷ്പ എന്തോ? നീ പറഞ്ഞ മാതിരി നിന്റെ ഇച്ചായൻ ഈ ചക്കാലപ്പറമ്പിൽ ചാക്കോ പേര് മാറ്റാനുള്ള അപേക്ഷ കൊടുത്തു. ശരിക്കും? പിന്നെ പേര് മാറ്റി കഴിഞ്ഞാ നിനക്ക് എന്നെ കല്യാണം കഴിക്കണേന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഒരു കുഴപ്പമില്ല? ഇല്ലെന്നേ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ എന്റെ പൊന്നെ നമ്മള് പിന്നെ ഇച്ചായ എന്നെ വെച്ചായ ഒരു വീട്ടിലെ പുറത്ത് ആരാണ്ട് വന്നിട്ടുണ്ട്. ഇച്ചായ. പൊന്നോ. ഓ പിന്നെ എനിക്കൊരു ഉമ്മ താ. ഉമ്മ? അതെന്തോട്ട് ഉമ്മ? ഒരു നല്ലൊരു ഉമ്മ. ഉമ്മ ഇങ്ങനല്ല, കെട്ടിപ്പിടിച്ച് സ്ട്രോങ് ആയിട്ടൊരു ഉമ്മ ഞാൻ ചെവിയിലേക്ക് വെച്ചേക്കാം. പിടിച്ചോ. നീയാണോ? ഞാനിപ്പോ വിളിച്ചില്ലായിരുന്നു, നിങ്ങൾ എന്നെ പീഡിപ്പിച്ചേനോ? അതെന്നാന്നറിയാമോ, 2 മാസമായില്ലടാ നിന്നെ കണ്ടിട്ട്. ഈ അപ്പനാ ഒരു ഉമ്മയുടെ എഫക്റ്റില് ഒന്ന് കെട്ടിപ്പിടിച്ചോ. എനിക്ക് നിങ്ങളോട് 2 കാര്യം ചോദിക്കാനാണ് ഞാനിങ്ങനെ വന്നത്. ഞാൻ കേട്ടത് ശരിയാണോ? നീ കേട്ടത് നേരാണോ നുണയാണോ എന്ന് അറിയാണ്ട് ഞാൻ എങ്ങനെ പറയാനാ? അപ്പം പേര് മാറ്റാൻ പോവാന്ന് പറഞ്ഞത് ശരിയാണോന്ന്? ഞാൻ പേര് മാറ്റാൻ തീരുമാനിച്ചു, അതും ആസ്ട്രോളജി പ്രകാരം. എന്നടാ തലവേദന എടുക്കണ്ടോ? 3ാം ക്ലാസ് പോലും ജയിക്കാത്ത ഈ മനുഷ്യന് ആസ്ട്രോളജി ഇത് ആര് പറഞ്ഞു കൊടുത്തോ? ഈ എന്നെ കളിയാക്കണ്ട. എനിക്ക് ഇൻസ്റ്റാഗ്രാമില് 4 അക്കൗണ്ട് ഉണ്ട്, അറിയാമോ? പക്ഷേ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ എടുത്തോന്ന് തുടങ്ങിയോ? എനിക്ക് സ്വന്തമായിട്ട് കൊളാബ് വരെ ചെയ്യാനറിയാം. കൊളാബോ? നിങ്ങളിത് കേക്കണം. ഈ പുള്ളി കാർഷിക മറ്റേ പെൻഷൻ അപേക്ഷിക്കാൻ വേണ്ടി ചെന്ന് പുള്ളിക്ക് ഇത് എഴുതാൻ അറിയാൻ പാടില്ല. തൊട്ടപ്പുറത്തിരിക്കേണ്ട ചേച്ചിയുടെ അങ്ങനെ നോക്കി കോപ്പി അടിച്ചിട്ട് വിധവാ പെൻഷൻ വീട്ടിലായിട്ട് കൊണ്ടുവന്നാണ് കൊളാബിന്റെ കാര്യം ഇവിടെ കടന്നുണ്ടാക്കുന്നത്. അപ്പന്റെ കൊളാബുകാരനാണ് ഈ കുടുംബം ഇങ്ങനെ കൊളാവണത്. ഞാൻ ഈ കവല വന്ന പപ്പനെ കുറിച്ച് എന്നാ പോക്കറ്റാ കേട്ടത്? അപ്പൻ എന്തിനാ പെണ്ണുങ്ങൾ കുളിക്കണ ആ കടവിന്റെ അവിടെ പോയി നിൽക്കുന്നത്? ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ 3-4 പരലിനെ പിടിക്കാൻ വേണ്ടി പോണതാ. അങ്ങനെയാണെങ്കിൽ നിങ്ങളായിരിക്കും ബൈനോക്കുലർ കൊണ്ട് പരലിനെ പിടിക്കണ ആദ്യത്തെ മത്സ്യബന്ധനം. ഈ പരലിന്റെ കുഞ്ഞുങ്ങളെ ബൈനോക്കുലർ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചാടി പോവില്ല, അത്രേ ഉള്ളൂ സംഭവം. നിങ്ങളുടെ ഭാര്യ മരിച്ചു, നിങ്ങളൊരു വൃദ്ധനാണ് എന്നും പറഞ്ഞത് ഒരു രോഗമായിട്ട് കൊണ്ട് നടക്കല്ലേ കേട്ടോ. നിങ്ങളുടെ ഈ കാണിക്കുന്ന പരിപാടിയുടെ ഒക്കെ പ്രശ്നം എന്താണെന്നറിയാം? നിങ്ങൾക്ക് ഇവിടെ ഒരു കൂട്ടില്ലാത്തത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ മോനെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്താം. എന്റെ പൊന്നെ, ആ ചെകുത്താൻ ഇവിടെ കൊണ്ട് നിർത്തല്ലേ. ഒരാഴ്ച നീ ഇവിടെ കൊണ്ട് നിർത്തിയുള്ളൂ. എനിക്ക് ഗ്യാസ് എന്ന് പറഞ്ഞപ്പോ അവൻ എന്റെ അണ്ണാക്കിൽ തിരിയിട്ട് കത്തിച്ച്. അപ്പൊ അത് പിന്നെ കുസൃതിയല്ലേ? കുസൃതി. അപ്പുറത്തെ ആ ശീല കൊച്ചിങ്ങോട്ട് വന്നില്ലാർന്നിങ്ങണ്ടല്ലോ, നമ്മളെ അപ്പാപ്പന്റെ ചവപ്പെട്ടി ആ കല്ലറ ഒന്നോടെ അത് തുറക്കേണ്ടി വന്നേനെ. അന്റെ ശീല എന്തിനാ ഇവിടെ വന്നേ? ഇത്തിരി കല്ലുപ്പ് മേടിക്കാൻ വന്നടവേ. സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉള്ളവളാ ഇവിടെ വന്ന് കല്ലുപ്പ് മേടിക്കണത്. അപ്പൊ നിങ്ങളുടെ ഈ ഞരമ്പത്തിന് നിങ്ങൾ കുറച്ചാണ് കേട്ടോ. എന്നൊക്കെ പറഞ്ഞാലും ഈ ബെന്നി നിങ്ങളുടെ പേര് മാറ്റാൻ സമ്മതിക്കത്തില്ല. ഈ 2-2.5 കൊല്ലമായിട്ട് കണ്ണിക്കട്ട മലമൂട്ടി പോയി കിടന്നിട്ട് ഇപ്പൊ ഞാൻ ഈ പേര് മാറ്റുന്ന സമയത്ത് നിങ്ങൾ കയറി വന്നതിനാ. അപ്പന് കുറച്ച് അധികം വെള്ളം ചെന്നാ ചീഞ്ഞു പോകുവോ? വെയിലത്ത് നിന്നോ വാടുവോ? ഏതായാലും പ്രാണി വന്നോ ആക്രമിക്കുവോ? ഇല്ല. അങ്ങനെയല്ല, മുണങ്ങി നന്ദ ഇടുക്കി കിടക്കുന്ന ഏലത്തിന്റെ കാര്യം. ഈ ബെന്നി അവിടെ പോയി നിന്നില്ലെങ്കിലേ ഏലം കായ്ക്കത്തില്ല. ഏലത്തിന്റെ കെട്ടിയോനോ? അതാണോ ഞാൻ പറഞ്ഞത്? ബെന്നി ഉള്ളിടത്തോളം കാലം പേര് മാറ്റാൻ സമ്മതിക്കത്തില്ല. എന്റെ സ്വന്തം പേര് മാറ്റാണ് നിനക്ക് എന്നെ എത്ര കുഴപ്പം? അപ്പൊ എന്റെ പേരെന്നാ? ബെന്നി ചാക്കോ. ഈ ചാക്കോ ആരാന്ന് ചോദിക്കുമ്പോ ഞാൻ എന്നാ പറയും? നിന്റെ അപ്പനാന്ന് പറയണം. അപ്പനാന്ന് പറയൂലോ. അപ്പനൊരു പുതിയ പേരിട്ട് അതാരാന്ന് ചോദിക്കുമ്പോ ഞാൻ എന്നാ പറയും? നിന്റെ അപ്പനാന്ന് പറയണം. അപ്പൊ നാട്ടുകാരി പറയത്തില്ലേ അപ്പൊ എനിക്ക് 2 തന്നെയുണ്ടെന്ന്? ചില സമയത്ത് നിന്റെ വർത്താനം കേട്ടാ എനിക്ക് വരെ തോന്നിയിട്ടുണ്ട് എനിക്ക് 2 അല്ല അതിൽ കൂടുതൽ
പേരുന്നത് എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം നിങ്ങൾ ഇടാൻ പോണ പുതിയ പേരെന്നാ? റോളക്സ്. ഏമ്പക്കം ഇടാനല്ല പറഞ്ഞത്, പേര് പറയാനാ പറഞ്ഞത്. എടാ റോളക്സ്. ഓളക്സോ? ഇത് എവിടെ നിന്ന് കിട്ടി ഈ പേര്? എടാ വിക്രം സിനിമയിലെ സൂര്യയുടെ പേരാണ് റോളക്സ്. ഈ സൂര്യൻ അംഗീകരിക്കാം, ഈ അസ്തമിക്കാൻ പോണ സൂര്യൻ എന്തിനാണ് ഈ റോളക്സ് എന്നുള്ള പേരിടുന്നതെന്നാണ് മനസ്സിലാവാത്തത്. എടാ ചക്കാലക്കപ്പറമ്പിൽ റോളക്സ് എന്ന പേര് മാറ്റിയിട്ട് ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് ഞാൻ ദേ ഇങ്ങനെ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? സീസൺ തെറ്റി വന്ന ഓണത്തുമ്പിനെ പോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ മാത്രല്ലല്ലോ മോനായിട്ടുള്ളത്. അല്ല. ഒരു അഹങ്കാരം പിടിച്ചൊരുത്തിയില്ലേ, അവളിത് ഇറങ്ങി കേറി വരുന്നുണ്ട്. ആണ്ടേ പറഞ്ഞ് കാറെടുത്ത് വായിലേക്ക് ഇട്ടില്ല, നാക്ക് വന്ന് നിന്നല്ലോ. നാക്കെടുത്ത് വായിലേക്ക് ഇട്ടില്ല, കാറ് വന്ന് നിന്നല്ലോ. അവളെ കേറി വന്നോട്ട്. കേട്ടത് സത്യമാണോ അപ്പ? അപ്പനെന്താ സ്പോട്ടപ്പിയാണോ എനിക്ക്? ഇവൻ കേറി വന്നപ്പോ ആദ്യം പറഞ്ഞ ഡയലോഗ് അത് തന്നെയല്ല നീയും പറയാൻ പറ്റും. വെറുതെ മാറ്റം ഇങ്ങനെ വലിച്ച് കളയണം. എന്റെ അപ്പനിത് എന്നാത്തിന്റെ കേടാ അപ്പ? എന്നാ? ഈ പേര് മാറ്റിട്ട് എന്തിനാ അപ്പ ഈ ആനി ചാക്കോനെ ഇങ്ങനെ നാണം കെടുത്തിക്കണേ? ഓ, ആരാടി ഈ നാണക്കേടിന്റെ കാര്യം പറയണത്? എടി നിന്റെ കല്യാണത്തിന് ഇവിടെ ഉപ്പുവളം മാമന്നവന്റെ കൂടെ ഒളിച്ചോടി പോയവളല്ലേടി നീ? എടാ, ആ സുമതിയുടെ വീട്ടിലെ കുളിമുറിയില്ലേ, അവിടെ എല്ലാരും കൂടി നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് നിന്നെ കെട്ടിയിട്ടിട്ട് അത്ര നാണക്കേടോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലടാ കുറുക്ക. ഇങ്ങോട്ട് എന്താ കുറുക്കാന്ന് വിളിച്ച് കേട്ടില്ലേ? പിന്നെ നാട്ടുകാരുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ പോയാ നിന്നെ ഞാൻ പത്തശ്രീ ബെന്നിച്ചാക്കോ എന്ന് വിളിക്കാം. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു നിർത്തിക്കണോ? കുമ്പച്ച് കഴിഞ്ഞോ? ഇവിടെ വായെന്ന് പറഞ്ഞിട്ട് സ്കിറ്റ് കയറല്ല, പിന്നെ മൂക്കിന്ന് സ്കിറ്റ് കയറ്റാൻ നോക്കുന്നത്. എടീ, എന്തായാലും നീ വന്നപ്പോ ആ പേരക്കുട്ടീനെ അങ്ങനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? അയ്യോ, അത് എങ്ങനെ എന്റെ അപ്പ? അവളെ ഞാൻ IAS പഠിപ്പിക്കുക. അവള് എന്നെക്കാളും ബുദ്ധിയപ്പാ. എന്റെ അമ്മേ, നിനക്ക് എന്നാ ഉണ്ടെന്നാടി പറഞ്ഞേ? ബുദ്ധി. എന്റെ കർത്താവേ, 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഇവളോട് ടീച്ചർ പറഞ്ഞ് തന്തയുടെ പേര് എഴുതാന്ന്. അന്നേരം ചാക്കോന്ന് എഴുതാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്തയില്ലാന്ന് എഴുതി വെച്ചവളാണ് കാര്യം ഉണ്ടാക്കാൻ വേണ്ടി പോണത്. എടാ, നീ കൂടുതൽ സംസാരിക്കല്ലേ, നീ എന്നോട് സംസാരിക്കല്ലേ. വേണ്ട അപ്പാ, ഞാനിപ്പ എന്തിനാ വന്നേന്നറിയോ? അപ്പനെ ഞാൻ കൊണ്ടുപോവാനാ വന്നത്. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അപ്പൊ എന്തിനെങ്ങനെ വെറുതെ നാണക്കേടുണ്ടാക്കണം? വാ അപ്പാ. ആർക്കടി വൃദ്ധന്റെ കിഡ്നി വിൽക്കാൻ നേട്ടത്? നീ ഇത്ര കിടന്ന് സ്നേഹിക്കൂ? നീ കൂടുതൽ സംസാരിച്ച രണ്ടുപേരും കൂടെ ഞാൻ മന്നില്ല, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോളാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കാം. അത് ന്യായം. പേരെന്നാ? ഹോം നേഴ്സിന്റെ പേര് ദിവാകരൻ പി. ആ പട്ടി ഇങ്ങനെ കയറിയല്ലേ അവന്റെ കാല് വെട്ടിക്കളെ. കണ്ടോ അങ്ങേരുടെ ശരീരത്തിലെ ഞരമ്പ് കണ്ടോ? എടാ, അത്രയ്ക്ക് ഞരമ്പൊന്നുമില്ലടാ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ആ നഴ്സറിയിലെ ടീച്ചർ എന്നോട് പറയാ, അപ്പൻ ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോഴത്തേക്ക് ആ പിള്ളേരെ കൂടെ പോരുന്ന് കളിയും ചിരിയും ഒക്കെ ആണെന്ന്. അപ്പാ, ഉള്ള വഴി തള്ളയിലേക്ക്. കാര്യം ഏത് കൊച്ചിന്റെ തള്ളേനെ വളയ്ക്കാനാണ് നേഴ്സറി ചെന്നിരിക്കണേന്ന്? ഈ പുള്ളിയുടെ ശരീരത്തിൽ എല്ലില്ല, അതും കൂടി ചേർത്ത് ഞരമ്പ് ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കോ. അത്രയ്ക്ക് ഞരമ്പാ ഈ മനുഷ്യൻ. എന്റെ പൊന്നപ്പ, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പേര് മാറ്റാൻ നിക്കണേ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് രണ്ടുപേരോടും പറയാം. എനിക്കൊരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണമെന്നോ? നിങ്ങൾ ഞാൻ ശരിയാക്കി തരാം. എന്നാടാ ഒറ്റ കറുത്തമുടി പോലും ഇല്ലല്ലോ, അങ്ങേര് കല്യാണം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണേ. എടാ പെണ്ണി, നിനക്ക് ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് ടെൻഷൻ ആവുന്നില്ലേടാ? ടെൻഷൻ ആകാൻ ഞാൻ പുള്ളിയുടെ ഒരു പീഡനാ പ്രതീക്ഷിച്ചത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു കല്യാണം എത്രയോ കല്യാണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കണം. അപ്പ ഞാനപ്പനോട് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ അമ്മച്ചി മരിച്ചിട്ട് വെറും 48 വർഷമല്ല അപ്പായുള്ളൂ, അതിനുള്ളിൽ നിങ്ങൾക്ക് കെട്ടാലങ്ങ് മുട്ടിയോ? ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, നിന്റെ പെണ്ണുമുള്ള നിന്നെ പിണങ്ങി പോയിട്ട് എത്ര മാസം കഴിഞ്ഞാ നീ കെട്ടിയത്? 1 മാസം. അപ്പൊ ഇത് പറയാനുള്ള വോയിസ് നിനക്കില്ല. എന്നാ കാര്യത്തിലാണ് നിന്നെ അവള് ഡൈവോഴ്സ് ചെയ്തത്? 4369 എന്നുള്ള നമ്പർ ഞാൻ അവക്ക് പറഞ്ഞു കൊടുത്തേന്. നമ്പർ പറഞ്ഞ ഡൈവോഴ്സ് ചെയ്തോ? ആ നമ്പർ ആയിരുന്നു എന്റെ ഫോണിന്റെ പാസ്വേഡ്. അങ്ങനെ തന്നെ വേണം. അപ്പനിപ്പൊ എന്നാത്തിനാ ഈ പേര് മാറ്റി കല്യാണമൊക്കെ കഴിക്കാൻ പോണം? അതിന്റെ ആവശ്യമുണ്ടോ അപ്പ? ഞാൻ പറയുകയാണെങ്കിൽ കെട്ടിച്ചു വിടാനേ പറയത്തുള്ളൂ. ഈ പുള്ളിനെ പിങ്ക് പോലീസിന്റെ അടുത്തുനിന്ന് ജാമ്യത്തിന് കൊണ്ടുപോയാൽ എത്രയോ ഭേദ ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. എടാ, നിനക്കിത് എന്നാത്തിന്റെ കേടാ? നമുക്ക് അപ്പനെ ഹിപ്നോട്ടിസം ചെയ്താലോ? ഇപ്പൊ നോട്ടീസ് അടിച്ച ആൾക്കാരെ ഏൽപ്പിക്കണ്ട. ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് മുടക്കും. അങ്ങനെയാണോ ഞാൻ പറഞ്ഞേ? ഞാൻ കുത്തിപ്പട്ടിക്ക് ഞാൻ പറഞ്ഞില്ല. കല്യാണമൊക്കെ കഴിപ്പിച്ചു തരാം. ഒറ്റ കാര്യമുള്ളത്, എല്ലാവരെയും കൂടി വിളിച്ചുള്ള പരിപാടിക്ക് ബെന്നിനെ കെട്ടത്തില്ല, ഞാൻ നിക്കത്തില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം പറയാം, കുറച്ച് ആൾക്കാർ
ഒരു കുഴപ്പമില്ല, അതൊക്കെ രജി സാറ് ശരിയാക്കി തരും. രജി സാറോ? ആ, രജി സാറ്. കുടുംബത്തിലെ രജി സാറ്? അയ്യോ എനിക്കറിയാൻ മേല. ആരാ രജി സാറ്? എടാ പൊട്ട മറ്റാ കടലാസ് കഷ്ണമൊക്കെ വെച്ച് ഒപ്പൊക്കെ ഇടുന്നില്ലേ? ഓ എന്റെ കാർമുകിൽ തന്തേ, അത് രജിസ്ട്രാർ. അങ്ങനെ എങ്ങനെ? നിങ്ങളാണോ കല്യാണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്? അല്ല ഇത് ആരാ ഈ പെണ്ണ്? നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ ആളെ നിങ്ങൾ അറിയും. ആരാ? ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഹോം നേഴ്സ് പുഷ്പ. ആ, ഈ പുഷ്പനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് ഇത്ര നിർബന്ധം എന്താ? എടാ നിങ്ങൾ രണ്ടുപേരെ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടേച്ച് പോയില്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണല്ലോ. ഒരു ദിവസം ഞാനിവിടെ മഴയും നനഞ്ഞ് തൊപ്പിയും വെച്ച് ഇവിടെ മുറ്റടിച്ചോണ്ടിരിക്കുക. പൊട്ടിക്കാത്ത മുട്ടയെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാക്കമ്മച്ചി വന്നിട്ട് എന്നെ കൊത്തിയെടുത്തോണ്ട് പറന്നു പോയടാ. അതേതോ കണ്ടോ, വയസ്സാങ്കാലത്ത് ഒരു കല്യാണം നടക്കാൻ വേണ്ടി കള്ളക്കളവൻ പറഞ്ഞു. അതല്ല, എനിക്കിവിടെ ഇത്തിരി ഒരു കയ്യിൽ ചോറ് എടുത്ത് തരാൻ ആളുണ്ടോ? ഇവിടെ അവസാനം ഉണ്ടല്ലോ, അവളെനിക്ക് ചോറ് കൊണ്ടു വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൊട്ടുമ്പോ ഞാൻ വെലിക്കാക്ക വന്നിരുന്ന് തിന്നണ മാതിരി ആ ചോറ് തിന്നു പോണ്. എന്റെ ആ ചോറ് തീറ്റ കണ്ടാണ് ഞങ്ങൾ തമ്മിൽ ലൈനായത്. എനിക്ക് അവളെ വേണം, എനിക്ക് കെട്ടണം. കെട്ടിച്ചു കൊടുത്തേക്കാം. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ഈ മറ്റേ അവളുടെ പേരെന്നാ പറഞ്ഞേ? പുഷ്പ. ഈ പുഷ്പയ്ക്ക് എന്നാ പ്രായമുണ്ട്? 32. എന്റെ ദൈവമേ, എന്റെ ഒരു വയസ്സിന് ഇളയത്. അപ്പാ പേര് മാറ്റിയേ ഉള്ളൂ. മോളേക്കാൾ ഒരു വയസ്സ് ഇളയതായ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച ആ ചീത്ത പേര് തൂത്താലും മാറ്റാലും മാറത്തില്ലപ്പാ. തൽക്കാലം അങ്ങ് സഹിച്ചു. ആര്? ചക്കാലക്കൽ റോളക്സ്. എന്നാന്നറിയാമോ, ചാക്കിലിട്ടോണ്ട് പോയ നല്ലൊരു കൈയടി ഫോർ ചക്കാലക്കൽ റോളക്സ്. എന്നാന്ന് റോളക്സ് അല്ലേ പ്രസാദാ? എന്താണ് ഇത് കാണിച്ചത്? ഒരു റോളക്സ്. എന്റെ കണ്ണീന്ന് സത്യം പറഞ്ഞ വെള്ളം വന്നു ചിരിച്ചിട്ട്. നിങ്ങളുടെ മൂന്നുപേരും ചേർന്നുള്ള ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അസാധ്യമാണ്. നിങ്ങൾ എന്നും ഇതുപോലെ തന്നെ ഈ മൂന്നുപേരുടെ ഇതിനപ്പുറം ഇനി വേറെ ഇത്രയും എന്ത് ടൈമിംഗ് ആണ്, എന്ത് സ്പീഡിലാണ് നിങ്ങളുടെ പെർഫോമൻസ്. അമല് മകൻ തന്നെ അല്ലേ? അല്ല, ഈ പ്രദീപിന് എപ്പോഴും പ്രദീപിന്റെ മോനായിട്ട് എപ്പോഴും അമല് തന്നെ വരണം കേട്ടോ. നിങ്ങൾ നല്ല സിങ്കാടാ. സത്യം. പിന്നെ അങ്ങ് ദത്തെടുത്താലോ? അമല് സത്യം പറഞ്ഞാല് ഇത് മാത്രമല്ല കേട്ടോ, ഈ സ്റ്റേജ് മാത്രമല്ല, സിനിമയിലേക്കും എല്ലാ വേദികളിലേക്കും ഒരു ഗംഭീര വാഗ്ദാനമാണ്. ഡെഫിനിറ്റ് ഇത് എഴുതിയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോ ഈ സാധനം. നമ്മളൊരു സ്കിറ്റൊക്കെ തുടങ്ങി ഒരു കുറച്ച് കഴിയുമ്പോഴാണ് പവർ കൂടുന്നത്. ഇത് ഫസ്റ്റ് തന്നെ 6th ഗിയറിലാണ് നിങ്ങൾ തുടങ്ങുന്നത്. ആ 6th ഗിയർ അവസാനം വരെ കണ്ടിന്യൂ ചെയ്ത് പോയി എന്നുള്ളത് ഭയങ്കര, അതൊരു സാമാന്യ ഒരു സെൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് കാര്യം പറയാനുണ്ട്, ഇവരെ പറയട്ടെ, പറഞ്ഞാലും തീരില്ല എനിക്ക്. ചേട്ടാ പ്രദീപ്, അമലേ, ജാസ്മിൻ, കിളിക്കട്ടനായിരുന്നു. കിളിക്കട്ടൻ പ്രസാദം പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് കൗണ്ടറൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഇത് ഉടനീളം കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ മറ്റേ സീസൺ തെറ്റി വന്ന ഓണത്തുമ്പി എന്നൊക്കെ പറയില്ലേ, അത് കാണും. ഇവിടെ നിന്ന് നോക്കുമ്പോ അതിനെ അനുസരിച്ച് ഈ പ്രദീപ് ഫിഗർ പിടിക്കും. അതാണ് നമുക്ക്. പ്രദീപ്, ഞാനൊരു കാര്യം എടുത്തു പറയാനായിട്ട് പറയണ്ട, കാരണം പ്രദീപിനെ അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് പേര് നിങ്ങളുടെ തന്നെ ഒരു ടീം ഉണ്ടായിരുന്നു, പൊക്കം കുറഞ്ഞ ആളുകൾ തന്നെ ഒരു ടീം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മിമിക്രി കളിക്കുന്ന ഒരു ഐറ്റം കളിക്കുന്ന ഒരു 6-7 പേര് കൂടുന്ന ടീം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേരുടെ കൂടെ ഞാൻ മിമിക്രി കളിച്ചിട്ടുണ്ട്, അവരെന്നോട് കൂടി കളിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്തൊരു എനർജി പ്രദീപിനുണ്ട്. അവരൊക്കെ ഫിസിക്കലി മോശമൊന്നുമല്ല പറയണത്, സ്റ്റേജിൽ കളിക്കുമ്പോൾ ഇത്ര എനർജറ്റിക് ആയിട്ട് കളിക്കുന്ന ഇത്രയും ചെറിയൊരാള് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു. അല്ല, പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മുടെ പക്രു ഭയങ്കര അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മളെ ഈ വേദിയിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2.5 മണിക്കൂർ സ്കിറ്റ് കളിക്കാൻ പറഞ്ഞാലും അതിനകത്ത് എന്തൊക്കെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതുവരെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് 2 പാട്ടും കൂടി പാടാൻ പറഞ്ഞ പ്രദീപാണ്. സത്യമാണ്. ഈ പറഞ്ഞ കൂട്ടി തന്നെ നിങ്ങളുടെ ഈ സ്കിറ്റിലെ അച്ഛൻ, മോൻ, അതുപോലെ തന്നെ മോള് നല്ല ക്യൂട്ടായിരുന്നു കേട്ടാ, അടിപൊളിയായിരുന്നു. അതുപോലെ നമുക്ക് ജാസ്മിനെ പറയാതിരിക്കാൻ പറ്റില്ല, എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ജാസ്മിൻ ഉഗ്രനായിരുന്നു. കാരണം ആ റേസായി വരുന്നതും ഒരു ആക്രാന്തത്തിന്റെ ഒരു ത്വരയൊക്കെ ഉണ്ടല്ലോ, കാരണം സ്വത്തിനോടുള്ള ഒരു ആക്രാന്തം അച്ഛനെ കൊണ്ട് നമുക്കറിയാം. ഈ പെൺമകളെ കൊണ്ടായി കഴിഞ്ഞാല് എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ടൊരു കൗണ്ടർ എന്താണെന്നറിയാമോ, അക്ഷയയിലെ കോപ്പിയടി. അക്ഷയയിലേക്ക് ഇരുന്ന് കോപ്പി അടിക്കാന്ന് പറഞ്ഞാൽ അമലെ ചേട്ടൻ പറഞ്ഞോട്ട് അമലിനെ കുറിച്ച് എന്തോരം പറഞ്ഞാലും മതിയാവൂല കേട്ടാ. അമലി പറഞ്ഞോട്ട് സ്കിറ്റിന് മാത്രം നിൽക്കേണ്ട ആളല്ല,
എന്തായാലും ഒരു ഡയറക്ടറോ റൈറ്റർമാരോ ആരെങ്കിലും പ്രൊഡ്യൂസർമാർ കാണും. എന്തായാലും ഇവിടെ നിന്ന് പോണേക്കുമ്പോൾ ഒരു സിനിമയിലെങ്കിലും അമല അഭിനയിച്ചിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. ഒരുപാട് പറയണമെന്നില്ല. പ്രദീപ്, അമല, ജാസ്മിൻ, നിങ്ങൾ പൊളിച്ചടുക്കി അടിപൊളി. ഓൾ ദ വെരി ബെസ്റ്റ്. അജേഷ്, മനോജ്, സുമി പോലെ ഒരു പുതിയ കോമ്പിനേഷനായി. അതെ അതെ അതെ. അമല്, പ്രദീപ്, ജാസ്മിൻ. അമലിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ വേദിയിൽ വന്നിട്ട് അതിന് ശേഷമുള്ള വളർച്ച ഭയങ്കരമാണ് കേട്ടോ. അമലെ ഗംഭീരമായിട്ട് വളർന്നു എല്ലാ കാര്യത്തിലും. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലും അതേപോലെ കോമഡിയുടെ പഞ്ചറിഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ. മറ്റേ ഒരു കളി ഉണ്ടായിരുന്നല്ലോ, മിമിക്രി വെച്ചിട്ടുള്ള ഒരു കളി ഉണ്ടായിരുന്നല്ലോ, അതിന് കുറെ വഴക്ക് കേട്ടതല്ലേ. ആ സാധനം അങ്ങ് മാറ്റിയില്ലേ? മാറ്റിയപ്പോൾ എന്ത് പറ്റി? വ്യത്യാസങ്ങൾ വന്നതാണ്. കുറച്ച് ലൗഡായിട്ട് കളിക്കാൻ പറ്റണ്ടല്ലേ? മിമിക്രി നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്ന പോലെ ഒരിക്കലും നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെയുള്ള വേദികളിൽ ചെയ്യാൻ പാടില്ല. അപ്പം വന്നാൽ അത് ഏച്ചുകിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ മാറ്റിയെടുത്തില്ലേ? അപ്പോൾ അതൊക്കെ നമ്മുടെ ട്രെയിനിങ് ആണ്, നമ്മുടെ വളർച്ചയുടെ ഓരോ മാറ്റങ്ങളാണ് അതൊക്കെ. നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ എന്ത് പറയുന്നു അമലിനിപ്പം ഉള്ള സപ്പോർട്ട് അങ്ങാണ് നാട്ടിൽ? പണ്ട് മറ്റേ ഇങ്ങനെ ചാനലിലൊക്കെ പോണത് ആൾക്കാർ മെസ്സേജ് അയക്കും, ഇത് കണ്ടിട്ട് അഭിപ്രായം പറയും. അപ്പൊ ഭയങ്കര സന്തോഷാ. പിന്നെ അവന്മാരൊക്കെ എന്നെ വിളിച്ചോണ്ടൊക്കെ പോകും. നേരത്തെ വിളിക്കത്തൊന്നുമില്ല. അല്ല, അതങ്ങനെ ഒരുപാട് അതങ്ങനെയാണല്ലോ. നമ്മളെ ഒരു സെറ്റപ്പിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് കുറെ ബന്ധങ്ങൾ കൂടി വരുന്നത്. ഇപ്പൊ കണ്ട തിരിച്ചറിയൊക്കെ ചെയ്യും, ചോദിക്കും ഐറ്റം വേറയിലെ അമലല്ലേന്നൊക്കെ. അപ്പൊ അത് ഭയങ്കര സന്തോഷമാവും. അതൊക്കെയാണ് നമ്മുടെ കണ്ടോ വേദിയിലുള്ള ഗുണങ്ങൾ കണ്ടോ. അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്താ കേട്ടോ. നിങ്ങൾ ഇവിടെ വരുന്ന ഓരോ ആർട്ടിസ്റ്റുകളെ അങ്ങനെ തിരിച്ച് ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ അത് അവരൊരു തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ഒരു പ്രോത്സാഹനം, അത്രേ ഉള്ളൂ. ജാസ്മിൻ നന്നായിരുന്നു കേട്ടോ. കാര്യം എല്ലാവരെ കുറിച്ചും സ്കിറ്റിൻ്റെ ഏറ്റവും സെറ്റ് കൗണ്ടറുകളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു പോയി. ഇനി പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ പറയാനുള്ളത് മാർക്കിൻ്റെ കാര്യങ്ങളാണ്. അങ്ങോട്ട് പോകാം. പ്രതിഭ കലക്കി കേട്ടോ. ഈ കണ്ടന്റും നമ്മളെ ഒരുപാട് സഹായിച്ചതും കണ്ടന്റ് തന്നത് ശശാങ്കൻ മറ്റു ഗ്രൂമേഴ്സൊക്കെ ആയിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു. ഫുൾ സ്ക്രിപ്റ്റും കാര്യങ്ങളും. അല്ല, അതുകൊണ്ട് നിങ്ങളുടെ കഴിവും അവരുടെ കഴിവും എല്ലാം കൂടെ കൂടിയപ്പോഴും നല്ല മുത്തിനെ കിട്ടി. റോളക്സിൽ ഞാൻ അതെ, റോളക്സിന് മാർക്ക് കൊടുക്കാം അല്ലേ? ക്യാഷ് കൊടുക്കണ്ടേ? ആരാണ് ആദ്യം? ഞാൻ കൊടുക്കാം. കൊടുത്തോ? ഞാൻ കണ്ണ് തുറന്നിട്ട് തന്നെ 20,000 രൂപ കൊടുക്കാം. 20,000 രൂപ ഒരാൾ. രണ്ടാമതാരാണ്? പ്രസാദേട്ടാ. ഞാൻ ഒരു 1000 കൂടെ കൂട്ടി 21,000 രൂപ. 41,000 രൂപ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു വേണം ഞാൻ കൊടുക്കാനായിട്ട്. ദാ കിടക്കുന്നത് പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് അടുത്ത സിൽവർ പഞ്ച്. നിങ്ങളുടെ ഈ കോമ്പിനേഷൻ രണ്ടാമത്തെ സിൽവർ പഞ്ച് ആണല്ലേ? അടിപൊളി അടിപൊളി. മൂന്നാമത്തെ സിൽവർ പഞ്ച്. അടിപൊളി. ജാസ്മിനെയും തുടങ്ങാം. അതെ, ജാസ്മിൻ ഒരു സിൽവർ പഞ്ച് ആഗ്രഹിച്ചു. ഇത് മൂന്നാമത്തെ സിൽവർ പഞ്ച് ആണ്. പറയൂ ജാസ്മിൻ. ഒരുപാട് സന്തോഷം. താങ്ക് യു അർജുൻ സർ. ഒരുപാട് സന്തോഷം. താങ്ക് യു ഗ്രൂമേഴ്സ്. ശശാങ്ക ചേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. ജാസ്മിനെ വീട്ടില് ഭർത്താവും മക്കളും ഒക്കെ എന്ത് പറയുന്നു? ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഒരു എപ്പിസോഡ് വരാൻ വേണ്ടിയിട്ട് അമ്മയും ചേട്ടനും എല്ലാവരും കാത്തിരിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി, ഉമ്മ, എൻ്റെ മക്കള് എല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ്. ഈ ജാസ്മിൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇപ്പോൾ ഈ ഫ്ലോറിൽ നന്നായിട്ട് കളിക്കണല്ലോ. അപ്പം ഞാൻ ഈ സ്കിറ്റുകളിൽ നേരത്തെ ഒരുപാട് സ്റ്റേജുകൾ കയറിയിട്ടുണ്ട്. നമ്മൾ സാധാരണ അമ്പലത്തിലും പള്ളിയിലൊക്കെ പെരുന്നാളും ഉത്സവം നടക്കൂല. ആ സ്കിറ്റുകളിൽ ഒരുപാട് കളിച്ചിട്ടുണ്ടോ? സ്റ്റേജ് പ്രോഗ്രാം? ആ, തീർച്ചയായിട്ടും സ്റ്റേജ് പ്രോഗ്രാം ഞാൻ കളിച്ചിട്ടുണ്ട്. ഒരു 8 വർഷം സ്റ്റേജ് പ്രോഗ്രാം ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ നിലവിലുള്ളത് മാഗ്നറ്റോ എന്ന് പറയുന്ന സമിതിയിലാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നാടകത്തിൽ. പക്ഷേ നമുക്ക് അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നാടകത്തിലും സിനിമയിലൊക്കെ അഭിനയിക്കുക. കാരണം എന്താ, നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഡയലോഗ്സ് അങ്ങനെ മറന്നു പോകുന്നില്ല. കാരണം നല്ല ക്ലാരിറ്റിയിൽ നല്ല വഴക്കത്തോടു കൂടി ഫ്ലെക്സിബിലിറ്റി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. താങ്ക് യു ജാസ്മിൻ. സീസൺ തെറ്റി വന്ന ഇന്ന് പറന്നു പോകും. ഒത്തിരി സന്തോഷം. പിന്നെ നമ്മുടെ ഇടം പോലെ നിൽക്കുന്ന ഇവരാണ് നമ്മുടെ ഒരു ശക്തി. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ ഗ്രൂമേഴ്സ് ആണെങ്കിലും അത് ഒരു 3 പേരും ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി അർജുൻ സാറ്, പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, പിന്നെ ജഡ്ജസ്, എല്ലാവരോടും. അമലേ, എന്നടാ അമലല്ലേ ആസ് എൻ ആർട്ടിസ്റ്റ് അമല് വല്ലാതെ വളർന്നു. ഇപ്പം നമ്മുടെ ഈ ഐറ്റം വേറെ തന്നെ 2
ടീമിന്റെ കൂടെയാണ് പെർഫോം ചെയ്യുന്നത്. ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാം. കോട്ടയം അമൽ, പറയൂ അമൽ. അല്ല അതിനു മുമ്പ് ആ ക്യാരക്ടർ കറക്റ്റ് ആണ്. തെരഞ്ഞെടുത്ത ക്യാരക്ടർ നല്ലതാണ്. ഹൈ റേഞ്ചിൽ തോട്ടം ഒക്കെ ഉള്ള ഒരു അവിടെ നിന്ന് ഇറങ്ങി വന്ന് നാട്ടിലേക്ക് വന്ന കറക്റ്റ് കോസ്റ്റ്യൂമിന്റെ ഡിസൈനും ഒക്കെ നല്ലതാണ്. സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ടോ അമലെ? ഇല്ല, ഞാൻ സ്റ്റേജ് ചെയ്യുന്നില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അതാണ് ഐറ്റത്തിൽ നിന്ന് യാത്ര തുടങ്ങിയ ആളാണ്. ഇനി ഞങ്ങൾ സാറാണ് ഇവിടെ ഒരു ഇതാക്കി തന്നത്. ഇത്രയും വലിയൊരു ഷോയിൽ എന്നെ ഭാഗമാക്കി അർജുൻ സാറിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെ പറഞ്ഞ പോലെ തന്നെ തുടക്കം സമയത്ത് ഞാൻ ഭയങ്കര സ്കിറ്റൊന്നും നമുക്ക് പറയാനോ ചെയ്യാനോ അറിയില്ല. അപ്പോൾ ഒരുപാട് എന്നെ നസീർക്ക് ആയാലും ജഡ്ജ്മെൻറ്റിൽ പറയും, പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ എന്നെ കണ്ടിട്ട് പറയാം അങ്ങനെ കളിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ ജഡ്ജസ് ഇവരെ ഇരിക്കുന്ന അവർക്ക് നന്ദി. പിന്നെ എനിക്ക് ഇന്നത്തെ ഇതുപോലൊരു സ്കിറ്റ് തന്ന ശശാങ്കൻ ചേട്ടന് ഒരുപാട് നന്ദി. പിന്നെ ഇതുപോലെയുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ നമുക്ക് അവസരം തരുന്ന എല്ലാവർക്കും നന്ദി. അതെ 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 അതെ, നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ അവരെ താങ്ക് യു സോ മച്ച്. പ്രതിഭ ഓണത്തിന്റെ അടുത്ത പ്രാവശ്യം പറഞ്ഞോ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളെ ഈ കോലത്തിലാക്കിയത് മേക്കപ്പ് മാൻ ആ ചേട്ടന്മാർക്ക് വലിയൊരു താങ്ക്സ്. രാജേഷാണ് എങ്ങനെ ചെയ്തത്, ബിഗ് ഒക്കെ ചെയ്തത്? രാജേഷ്, ജിനു. ജിനു, ഓക്കെ. നമ്മുടെ മേക്കപ്പ് ടീമിന് ഒരു സ്പെഷ്യൽ ഐഡി. അപ്പൊ ജാസ്മിൻ താങ്ക് യു സോ മച്ച്. അടുത്തതിന് കാണാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ, സ്കിറ്റ് മാറ്റി വെക്കാം. നമുക്ക് സ്പെഷ്യൽ ഒരു വൈറൽ ആളെ കാണാം. നമ്മള് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, അവരുടെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം പാട്ട് പാടി വൈറലായ ഒരാളാണ്. ഓരോരുത്തരും നമ്മൾ പാട്ട് ആളെ പരിചയപ്പെടുന്നതിന് നമ്മളൊരു വീഡിയോ കാണുമല്ലോ. ചില ആൾക്കാർ സ്റ്റേജിൽ നിന്ന് പാടി, ചില ആൾക്കാർ വീടിന് സൈഡിൽ നിന്ന് പാടി, എന്തെങ്കിലും ഫംഗ്ഷന് പാടി. പക്ഷെ ഇദ്ദേഹം നിന്ന് പാടിയ സ്ഥലം വ്യത്യസ്തമായിരുന്നു. ആ പാട്ട് മനോഹരമായിരുന്നു. ആ വീഡിയോ കാണാം, എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ഓക്കെ. വൈറൽ വരുന്ന വഴികൾ അത് വല്ലാത്തൊരു വഴികളാണ്. രാക്കിളി പൊന്മകളെ നിൽപ്പൂവിളി യാത്ര മൊഴിയാണോ നിന്നോനം പിൻവിളിയാണോ? കിണറിന് തൊടിയെടുത്തോണ്ടുന്ന ചേട്ടനാണ്. രണ്ടുപേരും പാടി വെള്ളം വരുന്നതിന് മുമ്പ് ചേട്ടൻ വൈറലായി. ആ വൈറൽ ചേട്ടനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ചേട്ടന്റെ പേര് മുരളീധരൻ ഫ്രം പത്തനാപുരം. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം മുരളീധരൻ ചേട്ടൻ ഫ്രം പത്തനാപുരം. നമ്മൾ കിണറ്റിൽ കണ്ട മുരളീധരൻ ചേട്ടൻ. മുരളീധരൻ ചേട്ടാ, ഹലോ, പ്രൊഫഷണലായിട്ട് കിണർ കുത്താണോ ജോലി? ഇത് ആരാ ഈ വീഡിയോ എടുത്ത? ഈ കിണർ കുത്താൻ ഏൽപ്പിച്ച ഹൗസ് ഓണറാണോ അവര് എടുത്തത്, വീഡിയോ ഷൂട്ട് ചെയ്തത്? അല്ല, എൻ്റെ കൂടെ ജോലി ചെയ്ത ചേട്ടനാണ്. ഓ, അത് ശരി. അത് പിന്നെ ഞാൻ എന്നെ ഇത്ര മേലാക്കിയ ഒരു മീഡിയ മീറ്ററുണ്ട്, അഭിലാഷ് അർക്കന്നൂര്. അഭിലാഷ് ആ ചേട്ടനാണ് ഞങ്ങൾ പിന്നെ ആ വീഡിയോ ഇട്ട് കൊടുത്തത്. ആ ചേട്ടനാണ് പിന്നെ ഇത് ഇത്രയും വൈറലാക്കി എന്നെ ഇത്രയും മേലും ഇവിടെ വരെ എത്തിച്ചത്. പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ടോ സ്റ്റേജില്? ആ, പോകാറുണ്ട്. ഓ, പ്രൊഫഷണലായിട്ട് ഗാനമേള ട്രൂപ്പുകളിൽ പോകും. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട്? ആ വീഡിയോ എത്ര പേര് കണ്ടു? 1,00,000 അധികം കഴിഞ്ഞിട്ടുണ്ട്. 1 മില്യൺ. അയ്യോ, 1 മില്യൺ 10 ലക്ഷം കഴിഞ്ഞു. അത് തന്നെ. അതെന്താ ഈ കരയിൽ നിന്ന് പാടാതെ കിണറ്റിലിറങ്ങി നിന്ന് പാടണമെന്നൊരു തോന്നലുണ്ടായത്? പിന്നെ നമ്മ ബാത്റൂമിൽ വരെ പാടണം, പിന്നെയാണ് കിണറില്ലേ? എനിക്കാന്നുണ്ടെങ്കിൽ ജോലി സമയത്തും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അറിയാതെ വന്നു പോകുന്നതാണ്. അപ്പം ഇത് ഞങ്ങൾ അന്നേരം ഉടനെ പറഞ്ഞു, എന്നാൽ നമുക്ക് നല്ലൊരു വീഡിയോ അങ്ങ് പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ എടുത്ത് നീ പാടാൻ പറഞ്ഞു. അങ്ങനെ നല്ല രീതിയിൽ മുഷിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ പാട്ട് പാടുന്നത്. അത് പാടിയിട്ട് ചോദിക്കുന്നുണ്ട് മതിയോന്ന്. ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു വേദിയിൽ പാടാൻ പോന്നേ? ആദ്യമായിട്ടാണ്. എല്ലാ തയ്യാറെടുപ്പോടും കൂടി നമ്മളൊരു പാട്ട് പാടാൻ പോവാണ്. ഓക്കെ, ഐശ്വര്യമായിട്ട് ആ പാട്ട് കേട്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. അതെ. ഓക്കെ. വെള്ളി വിധാനിച്ച കൊട്ടാരം, ഓ കാലത്തെ കണ്ടു കൊതിച്ചെന്റെ മന്ദാരം, ഓ നീളമച്ചുള്ള കൂടാരം, നീലിപ്പെണ്ണിന്റെ കൊട്ടാരം, ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാനും നെയ്യാമ്പലേ. വാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം, ഓ കാലത്തെ കണ്ടു കൊതിച്ചെന്റെ മന്ദാരം, ഓ
സിന്ദൂര സന്ധ്യ മറഞ്ഞേ ചന്തമൊരുങ്ങുന്നേ മാറിൽ ചന്ദനം തൂകുന്നേ കല്യാണി മുല്ലക്കിനാവിൽ കോടിയൊടുക്കുന്നേ നീളെ കമ്മലുണർത്തുന്നേ കോടി വന്ന മഴ മുകിലേ ദൂരെ ദൂരെ മറയേണേ ഓടി വന്ന മഴ മുകിലേ ദൂരെ ദൂരെ മറയേണേ മേഘമെനി വന്നു മൂടല്ലേ പിന്നിൻ പൊൻകിണ്ണം മാനത്തി വെള്ളി വിധാനിച്ച് കൊട്ടാരം ഓ കാലത്തെ കണ്ടു കൊതിച്ചെന്ത് മന്ദാരം ഓ മഞ്ഞുള്ള നെഞ്ചിലെ മേട്ടിൽ തന്നലിറങ്ങുന്നേ ഈറൻ ചാമരം വീശുന്നേ മുത്തുള്ള നൂലുകളെങ്ങും തൊങ്ങലു തുന്നുന്നേ നീളെ തൊങ്ങലു തുന്നുന്നേ തേനണിഞ്ഞ മനമുകുളം തന്നത്താനെ മൊഴിയുന്നേ തേനണിഞ്ഞ മനമുകുളം തന്നത്താനെ മൊഴിയുന്നേ പുള്ളിമാനെ നീയൊരുങ്ങിയില്ലേ പണ്ടേ പണ്ടേ നീ മാനത്തെ വെള്ളി വിധാനിച്ച് കൊട്ടാരം ഓ കാലത്തെ കണ്ടു കൊതിച്ചെന്ത് മന്ദാരം ഓ നീലമച്ചുള്ള കൂടാരം നീലിപ്പെണ്ണിന്റെ കൊട്ടാരം ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാനും നെയ്യാമ്പലേ വാനത്തെ വെള്ളി വിധാനിച്ച് കൊട്ടാരം ഓ കാലത്തെ കണ്ടു കൊതിച്ചെന്ത് മന്ദാരം ഓ കാലത്തെ കണ്ടു കൊതിച്ചെന്ത് മന്ദാരം അടിപൊളി അടിപൊളി അടിപൊളി. എക്സ്ട്രാ സംഗതി ആ ഒറിജിനൽ പാട്ടിൽ ഇല്ലാത്ത കുറെ സാധനങ്ങൾ കൈ നിട്ടി പാട്ടിലല്ലേ? ആ ഉണ്ട്. നന്നായിരുന്നു കേട്ടോ, നല്ല വോയിസ്. ആ അതെ, ശ്രുതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ്റമില്ല, നല്ല വൃത്തിയായിട്ട് പാടി. താങ്ക് യു. സംഗീതം പഠിച്ചിട്ടുണ്ടോ പ്രൊഫഷണലായിട്ട്? പഠിച്ചിട്ടില്ല. അടിച്ചിട്ടില്ല. ഓ പഠിക്കാത്തതിനെ അല്ലട്ടെ ഈ കൈയടി, പഠിക്കാതെ തന്നെ ഇത്രയും പാടിയല്ല. ചെറുപ്പത്തിൽ എന്നായിരുന്നു പഠിക്കാഞ്ഞേ? ഞാൻ കുമ്പഴയിലെ മുരളി മോഹൻ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. ആ സാറിൻ്റെ കൂടെ ഒരു 3 മാസം ഞാനിത് പഠിക്കാൻ പോയായിരുന്നു. പിന്നെ ഫീസൊക്കെ കൊടുക്കാൻ അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ പോയില്ല. അല്ല, ഇനി പഠിച്ചാലും മതി. സംഗീതത്തിന് നമുക്ക് വയസ്സോ കാലം മതി എന്ന് പറഞ്ഞതിലൊരു ഇതുണ്ട്. അങ്ങനെയല്ല, പഠിക്കാം. ഞാൻ പറയട്ടെ, കലാഭവനിൽ ഇപ്പൊ 60 വയസ്സും 70 വയസ്സും കഴിഞ്ഞവർ വന്ന് നൃത്തം പഠിക്കുന്നുണ്ട്. അവിടെ ഡാൻസ് പഠിക്കുന്നുണ്ട് ലേഡി. പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ തുടങ്ങണം. ഇനിയും അത് നീട്ടി വെക്കരുത്. അതെ, മരുന്നുള്ളവന് എപ്പോ വേണേലും എന്ത് വേണേലും പഠിക്കാം. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അതെ അല്ലേ? ധൈര്യമായിട്ട് പഠിക്കാം. അത്രേ ഉള്ളൂ. അടുത്ത പാട്ട് പാടാം നമുക്കല്ലേ? അടുത്ത പാട്ട് കേൾക്കാം. പോവാം. മറന്നുവോ പൂമക്കളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ? മറന്നുവോ പൂമക്കളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ? അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ
നഗലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ അടഞ്ഞു വച്ചു. വെറുതെ മറന്നുപോ മക്കളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. നാട്ടുമാവിൽ നമ്മളൂഞ്ഞാൽ പാട്ടെറിഞ്ഞു. പാടും പാട്ടിലേതോ കൂട്ടുകാരായി നാമലഞ്ഞു. തൊടിയിലെ തുമ്പയിൽ തുടിക്കുന്ന തുമ്പിയെ പിടിക്കുന്ന കൗതുകമായി ഞാൻ അന്നും നിന്നെ കൊതിച്ചിരുന്നു. മറന്നു പോ മക്കളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. അമ്മോ, ആദ്യത്തെ മറന്നു പൂമകളെ പാടിയപ്പോ ഗൂസ് ബംസ് അടിച്ചു. ഒരു നല്ല കൈഡി കൊടുക്കട്ടോ. മുരളി ചേട്ടാ, വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, 3 മക്കളും ഭാര്യയുണ്ട്. ഓഹോ, മക്കള് എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കണത്? മൂത്ത മോനെ ITI പഠിച്ച് പിന്നെ ജോലിയൊക്കെ ഉണ്ട്. പിന്നെ ഇളയ മോൻ 10ാം ക്ലാസ് പഠിച്ച് നിൽക്കുന്നു. രണ്ടാമത്തെ ആള്? ഏറ്റവും ഇളയവൻ 10ാം ക്ലാസ്സിലോട്ടായി. അവരൊക്കെ പാട്ട് പാടുവോ? എങ്ങനെയാണ്? ഏറ്റവും ഇളയ പയ്യൻ പാടും. 3 ആൺപിള്ളേരാണല്ലേ? 3 ആൺപിള്ളേരാണ്. അപ്പൊ വൈഫ് തയ്യലാണ്. ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് കൂടെ? ഇവിടെ ഇപ്പം ഞാനും ഞങ്ങളുടെ വൈഫും നമ്മുടെ ചാനലിന് നമ്മുടെ അഭിലാഷ് ചേട്ടനും വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ അഭിലാഷാണത് വീഡിയോ ഇട്ടത്. നമ്മള് ചെയ്തിരിക്കുന്ന ഒരു വലിയ തെറ്റായിട്ട് ചെയ്തേണ് സമൂഹത്തോട്. നമുക്കൊരു കഴിവുണ്ടെങ്കിൽ നമ്മളത് പ്രദർശിപ്പിക്കാതെ അടക്കി വെക്കാന്ന് പറഞ്ഞാൽ ചെയ്യുന്ന വലിയ തെറ്റാ. ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തണം. അല്ല, എൻ്റെ ഉള്ളിലെ ഒരാഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ പോലുള്ള ഒരു വേദിയിലേക്ക് വരുവാനുണ്ട്. ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവം എനിക്ക് ഇന്നാണ് എൻ്റെ വഴി ഒരുക്കി തന്നത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഇത് ക്ലൈമാക്സ് അല്ല, ഇത് തുടക്കം മാത്രമാണ് കേട്ടോ. ഇത് തുടക്കം മാത്രമാണ്. അതെ അതെ, ക്ലൈമാക്സ് ആയിട്ട് ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചിന്തിക്കരുത്. ഇവിടെ വരുന്നവരൊക്കെ നല്ല കലാകാരന്മാരാണെങ്കിൽ അവര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊരു തുടക്കമാണ്, ഇത് നല്ലൊരു തുടക്കമാണ് ചേട്ടൻ. എന്തായാലും ഈ പ്രോഗ്രാം മാത്രമല്ല, ഇവിടെ നേരത്തെ ഉണ്ടായ കോമഡി ഉത്സവമാണെങ്കിൽ തന്നെ താഴേക്കടയിൽ നിന്ന് പണിയെടുക്കുന്ന, അതിപ്പോ ടയറിന്റെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ അമേരിക്കയിലൊക്കെയാണ് അവര്. കാരണം ഇഷ്ടപ്പെട്ടിട്ട് അവിടെ നല്ല ജോലികളെ കിട്ടി അങ്ങനെ പോകണമെന്നല്ല ഞാൻ പറയണത്. ഇവിടെ നിന്നുള്ള ഒരു ഉയർച്ച ഭയങ്കരമാണ്. അതെന്തായാലും ചേട്ടന് ഉണ്ടാവും. അതുകൊണ്ടാണ് ചേട്ടൻ ആദ്യം പാടാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ഇതൊരു തുടക്കമാവട്ടെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് വേദികളിലേക്ക് പോയി പാടാൻ പറ്റട്ടെ. അടുത്ത പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ വിളിച്ച് അതടുത്ത ഏതാ പാട്ട്? വികാരനോഗ്യമെന്നുള്ള വൈറൽ വീഡിയോ. ഏകാര
വന്നു തലോടുമ്പോ തലശിലയലിയുകയായിരുന്നു വെണ്ണുര വന്നു തലോടുമ്പോ തലശിലയലിയുകയായിരുന്നു പൂമീൻ തേടിയ ചെമ്പിലറയൻ ദൂരെ തുഴയെറിയുമ്പോ തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്ര മൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനേ ഇലകളും കനികളും മരതകവർണ്ണവും വേറുരേ മറഞ്ഞേനേ രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്ര മൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ സംഗീതത്തിലേക്കുള്ള പിൻവിളിയാണ് ഇത് കേട്ടോ. ഉടനെ തന്നെ ഇറങ്ങിക്കോണം പഠിക്കാനായിട്ട്. അതെ, കാര്യം നല്ല ശബ്ദം കിട്ടിയിട്ടുണ്ട്. കുറച്ച് സാധനം കൂടെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ് 100%. സംഗീതം എന്ന് പറഞ്ഞാൽ എത്ര പഠിച്ചാലും തീരാത്തൊരു അതിലെ സമുദ്രമാണെന്നാണ്, സാഗരമാണെന്നാണ് പറയുന്നത്. സമുദ്രവും സാഗരവും ഒക്കെ ഒന്നല്ലല്ലേ? അതെ അതെ. പഴയ അപ്പൊ അതിനു വേണ്ടി ട്രൈ ചെയ്യണം കൊട്ടേട്ടാ. നമുക്ക് കിട്ടുന്ന അവസരം പാഴാക്കരുത് ഒരിക്കലും. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ മുരളീധരൻ ചേട്ടന്റെ വൈഫിനെയും നമ്മുടെ അഭിലാഷിനെയും, വൈഫിന്റെ പേരെന്തായിരുന്നു? സന്ധ്യയും അഭിലാഷ് ചേട്ടനെയും ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേരുടെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. നമസ്കാരം. എന്താ വിശേഷം? നല്ല വിശേഷം. അഭിലാഷ് സാറേ, ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. എനിക്കൊരു ചാനലുണ്ട്, ഒരു ചെറിയ ചാനൽ, യൂട്യൂബ് ചാനൽ അല്ലേ? അത് നമ്മളെ പോലുള്ള എനിക്ക് ചെറിയൊരു കരോക്കെ ഗാനമേള ട്രൂപ്പും ഉണ്ട്. ഗംഭീര വോയിസ് ആണ്. സൗണ്ട് അല്ല, നിങ്ങളുടെ കറക്റ്റ് സ്ഥലം എവിടെയാണ്? ചേട്ടന്റെ സ്ഥലം പത്തനാപുരം മാങ്കോടാണ്. ഇപ്പൊ ഇവിടെ നിലമേലാണ് അവര്. എന്റെ സ്ഥലം ആയൂരാണ്, അർക്കന്നൂർ. ഞാൻ കരുതിയ അഭിലാഷിനെ കണ്ടപ്പോ എന്തോ ബാലയിലൊക്കെ അഭിനയിക്കുന്ന ആളെ പോലെ. അല്ല, ശബ്ദമൊക്കെ കണ്ടോ? എന്ത് വലിയ ശബ്ദം. റെക്കോർഡിങ്ങിന് പോകാറുണ്ടോ? വോയിസ് റെക്കോർഡിങ്? ഇല്ല സാറേ. നല്ല നല്ല വോയിസ് അല്ലേ? വോയിസ്. അതെ അഭിലാഷേ, പണ്ട് ഈ വീബ്രജിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ച് വൈറലാക്കിയത് നമ്മളായിരുന്നോ? തന്നെ. അത് സാധനം വാങ്ങിക്കാൻ പോയപ്പോ ഇയാൾ കണ്ടതാണോ? അതെങ്ങനെയാ? അത് അല്ല, കുളത്തൂപ്പുഴ ആറ്റിൽ നിന്ന് ചൂണ്ടയിട്ട പ്രസാദ് കുളത്തൂപ്പുഴ വൈറലാക്കി. പിന്നെ വേറെ കുറെ പേരെ ഇങ്ങനെ വൈറലാക്കിയിട്ടുണ്ട്. പാവംപെട്ട നമ്മളെ പോലുള്ള ഗായകരെ. അപ്പൊ ചേട്ടന്റെ ചാനൽ ത്രൂ ആണ് ഇവരൊക്കെ വൈറലായിട്ടുള്ളത് അല്ലേ?
ചേട്ടൻ എനിക്ക് തോന്നുന്നു അങ്ങനെ നല്ല കലാകാരന്മാരെ കണ്ടെത്തി ആൾക്കാരിലേക്ക് മുമ്പ് പ്രസന്റ് ചെയ്യാനുള്ള അവരെ വൈറലാക്കാൻ ഒരു കഴിവുള്ള. അല്ല, അതും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലേ. ഇപ്പൊ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പാട്ട് പാടുമ്പോൾ അത് വീഡിയോ ഷൂട്ട് ചെയ്യുക, കിണറ്റ് നിൽക്കുമ്പോൾ പാട്ട് പാടി ബീവറേജിൽ ക്യൂ നിൽക്കുന്ന ആൾ പാട്ട് പാടുമ്പോൾ ഷൂട്ട് ചെയ്യുക. അല്ല, ഈ കരോക്കെ എന്ന് പറയുമ്പോ അഭിലാഷം നടത്തുന്നത് എന്താണ്? കരോക്കെ ഗാനമേളയുണ്ട്, എനിക്കൊരു ചെറിയൊരു ട്രൂപ്പുണ്ട്. ട്രൂപ്പ് ഉണ്ടല്ലേ? ഇതെങ്ങനെ കണ്ടുപിടിച്ചു? നമ്മുടെ ചേട്ടൻ്റെ കൂടെ പാടാൻ വരുന്നുണ്ട് എന്റെ ട്രൂപ്പില്. ശരി. സന്ധ്യ ചേച്ചി, ഈ മുരളിച്ചേട്ടൻ എങ്ങനെ വീട്ടില് കാണുമ്പോ ഒരു വില്ലൻ ലുക്ക് ഉണ്ട്? അതാണ് അങ്ങനെയൊന്നുമില്ല, കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. അല്ല, കലാകാരന്മാർക്ക് ഒരിക്കലും വലിയ ക്രൂരനാവാൻ പറ്റുമൊന്നുമില്ല, ചില ആളുകളെ വച്ച് മാത്രം. അതെന്താ നസീർക്ക് നോക്കി പറഞ്ഞല്ല, പ്രസാദേട്ടനെ നോക്കിയിട്ട് എനിക്ക് ഇട്ട് തന്നാ. അല്ല, ഇടക്കും പൊളി ഇടക്കിടക്ക് ഇടുന്നുണ്ട് എനിക്ക്. ആ ഇടിബഹളം കഴിഞ്ഞ ഇങ്ങോട്ടൊന്ന് വരായിരുന്നു. വീട്ടിൽ അഭിലാഷ് പാടുവോ? പാടുന്നതാണ് സാറേ. ആണോ? അത് വേണ്ടേ? അഭിലാഷിനെ എന്താണ് ഈ ജയിലിലൊക്കെ പിടിച്ചിട്ടാണോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നോണ്ട് സാറേ ഇല്ല സാറേ ഞാൻ കണ്ടിട്ടില്ല സാറേ, പെട്ടുപോയതാണ് സാറേ, എന്നെ പെടുത്തിയാണ് സാറേ എന്നൊക്കെ പറയണം. പാടും സാറേ, പാടും സാറേ. രണ്ടുപേരി പാട്ട് വേണേ അല്ലേ? രണ്ടുപേരി. സാഗരങ്ങളെ പാടി ഉണർത്തിയ സമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ. വൈഫ് പാടുവോ? ഇല്ല ഇല്ല, ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കും അല്ലേ? പാട്ട് കേൾക്കേയുള്ളൂ. എപ്പോഴും സ്ഥിരം ചേച്ചിക്ക് പാടിത്തരുന്ന പാട്ട് ഏതാ? എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പാടുന്ന പാട്ട്. ചുംബനപ്പൂ കൊണ്ട് മൂടി. ചോദ്യം വേസ്റ്റ് ആയില്ല. അതൊന്ന് കേൾക്കാലോ, ആ പാട്ടൊന്ന്. ആ 4 വരിയും കൂടെ കേട്ടിട്ട് നമുക്ക് ചേട്ടനെ വിട്ടാ മതി. അതാണ് എന്റെ ഒരു അഭിപ്രായം. കമ്മിറ്റി യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കൈയടിച്ച് പാസ്സാക്കൂ. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ഉമ്മതന്നുമ്മയാം കണ്ണുനീർ, ഉമ്മതന്നുമ്മയാം കണ്ണുനീരനുരാഗത്തെ നന്നു ചൊല്ലി ഞാനൂട്ടാ, തേനന്നു ചൊല്ലി ഞാനൂട്ടാ. ഈ പാട്ടിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു ചോദ്യങ്ങളും തൽക്കാലം ചോദിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് മുരളിച്ചേട്ടൻ്റെ ഒരു കലാകാരിൽ നിന്നും ഇവർ 3 പാട്ട് പാടിയിൽ നിന്നും എനിക്ക് മനസ്സിലായത്, അത് നമുക്ക് സംഗീതത്തെക്കുറിച്ച് ഒന്നും അങ്ങോട്ട് പറഞ്ഞു തരാനില്ല. ഇത്ര മനോഹരമായ ശബ്ദം ഉണ്ടായിട്ടും ഇത്ര മനോഹരമായിട്ട് ചേട്ടൻ പാടിയിട്ടും ആരെയും അനുകരിക്കുന്നില്ല. സ്വയസിദ്ധമായിട്ട് ദൈവം തന്ന ആ ശബ്ദത്തിൽ ആ കഴിവിൽ തന്നെയാണ് പാടുന്നത്. അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. നമ്മുടെ സ്വയസിദ്ധമായിട്ടുള്ള ശബ്ദത്തിൽ തന്നെ പാട്ട് പാടണം. എനിക്ക് തോന്നുന്നത് വലുതാവാനുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയാണ്. ചേട്ടൻ്റെ പണി തന്നെ ഒരു വെറൈറ്റിയാണ്. കാരണം എല്ലാ പണികളും മുകളിലേക്കാണ് പോയി ഫിനിഷ് ആവണത്. ഇതെന്ന് വെച്ചാൽ കിണർ പണി അടിയിലേക്ക് പോകുന്നതാണ് ഫിനിഷ് ആവണത്. ഈ അടിയിൽ നിന്നും പാട്ട് പാടിയ പാട്ട് ചേട്ടൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കും, ഉറപ്പാണത്. തീർച്ചയായിട്ടും അത്രയ്ക്ക് വലിയ കഴിവുള്ളതാണ് മുരളിച്ചേട്ടൻ. ഈ ഞങ്ങളുടെ ഈ വേദിയിൽ മുരളിച്ചേട്ടൻ എത്തിച്ച ഈ നമ്മുടെ അഭിലാഷും നല്ല ഗായകനാണ്. സ്വന്തമായിട്ട് പാടുന്നതിലുപരി വേറെയുള്ള കലാകാരന്മാരെ തപ്പിയെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി അഭിലാഷ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഞങ്ങളുടെ വേദിയിൽ വന്നാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അഭിലാഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ഗായകനെ ആ കിണറ്റിനകത്തുനിന്ന് കണ്ടെടുത്ത് ഞങ്ങളുടെ വേദിയിലേക്ക് എത്തിച്ചത്. പറഞ്ഞ പോലെ നമ്മൾ പാട്ട് പാടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു തുടക്കമാവട്ടെ. ഒരുപാട് വേദികളിലേക്ക് ഒരുപാട് പ്രേക്ഷകരിലേക്ക് ചേട്ടന്റെ ശബ്ദം എത്തട്ടെ. ഒരു വലിയ ഗായകനാകട്ടെ. താങ്ക് യു സോ മച്ച്. ഒരു സ്പെഷ്യൽ കയ്യടി നമ്മുടെ ഇന്നത്തെ ഓഡിയൻസിന് കൊടുക്കണം. നമ്മുടെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനാണ്, ചാരുമൂട് മേഖലയിലുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും ഒത്തിരി പിന്നെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങൾ ഇതിലും കിടലും സ്കിറ്റുകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ.